മുഹമ്മദ് ഷഹീദിലേക്ക് പോകുന്നു. ഷഹീദ, നേരത്തെ അവിടെ ചർച്ചകൾ നടക്കുന്നതായി പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ ചർച്ചകൾ ഏതുവരെയായി? ഏതെങ്കിലും രീതിയിലൊരു സമരസപ്പെടലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നുണ്ടോ? സേതു, സബ് കളക്ടർ ഓഫീസിൽ ചർച്ച നടക്കുന്നു എന്നുള്ള വിവരം നമുക്കുണ്ട്. പക്ഷേ ആ ചർച്ചയുടെ തീരുമാനങ്ങളൊന്നും ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. പ്രതിഷേധക്കാരുടെ രോഷം അടക്കുന്ന രീതിയിലൊരു ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മണിക്കൂറുകൾ പിന്നിട്ടിടും ഇപ്പോൾ മാനന്തവാടി ടൗണിൽ പ്രതിഷേധം തുടരുകയാണ്. വ്യാപാരികൾ കടടച്ച് പ്രതിഷേധത്തിൽ പങ്കുചേരുന്നു. നൂറുകണക്കിന് ആളുകൾ രോഷവുമായി മാനന്തവാടി ടൗണിലേക്ക് ഒഴുകിയെത്തുന്നു. ഇടവക അധികാരികൾ ഉൾപ്പെടെയുള്ളവർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പിരിഞ്ഞു പോകാൻ തയ്യാറില്ല തന്നെയാണ്. എന്താണ് അടിയന്തരമായി ചെയ്യേണ്ട ആവശ്യം? ജനങ്ങൾക്ക് ജീവിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ കാട്ടിൽ കയറി ഒരു മൃഗത്തെ വെടിവെക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ശിക്ഷ വേണം. ഇത് വീട്ടിലിരിക്കുന്ന ഒരാളെ ഒന്ന് കാട്ടാന കൊല്ലുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു നാട് മാറുന്നതിൽ എന്തുമാത്രം പരിതാപകരമായ ഒരു അവസ്ഥയാണിത്. ഈ ചെറുപ്പക്കാരൻ വളരെ നന്മയുള്ള ഒരാളായിരുന്നു. ഞാനൊരു ഓൾഡ് ഏജ് ഹോമിൻ്റെ ഡയറക്ടറാണ്. ആ ഓൾഡ് ഏജ് ഹോമിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഫ്രീ ആയിട്ട് വണ്ടി ഓടുകയും ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്തു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പടമല ഇടവകയുടെ തിരുനാൾ കൈക്കാരനായിട്ട് നിന്നിട്ട് ഈ മണിക്കൂറുകൾ കുറച്ചായി സമയമായി വെയിലത്ത് മൃതദേഹം നിൽക്കുകയാണ്. ഇതിൽ അടിയന്തരമായി ഇടപെടേണ്ട പരിഹരിക്കേണ്ട എന്താണ് നിങ്ങൾ ഉന്നയിക്കുന്നത്? ഞങ്ങൾ ഇങ്ങനെ ഓരോ ആളുകൾ മരിക്കും, ഞങ്ങൾ കുറച്ച് പ്രതിഷേധിക്കും, ഞങ്ങളോട് കുറച്ച് ഉറപ്പുകൾ കിട്ടും, ഞങ്ങൾ അവരെ കൊണ്ട് അടക്കും. നാളെ ഞങ്ങളുടെ ബോഡി ഇങ്ങനെ ഇവിടെ തന്നെ വരും. അതാണ് ഈ നാടിൻ്റെ അവസ്ഥ. ഇനി ഒരാൾ മരിക്കയില്ലാത്ത വിധത്തിൽ ഈ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി ആളുകളെ കൊല്ലുന്ന വന്യമൃഗങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള ഒരു നിയമ സംവിധാനം അല്ലെങ്കിൽ അതിനായിട്ടുള്ള ഒരു ഓർഡർ ഇടുന്നത് വരെ ഞങ്ങൾ നിന്നിട്ട് വെക്കാൻ വേണ്ടി ഓർഡർ ഉണ്ടായിട്ടുണ്ട് പറഞ്ഞു. നല്ല കാര്യം. പക്ഷെ ഒരാനെ കൊന്നതുകൊണ്ട് എന്താണ്, അല്ലെങ്കിൽ മയക്കുവെട്ടി വെച്ചുകൊണ്ട് എന്താണ്? ഇന്ന് തന്നെ കടുവയെ ആക്രമിച്ച ഒരാൾ ഞങ്ങളുടെ സ്റ്റാഫായിട്ടുള്ള ഒരാളുടെ ബന്ധു അത്യാസന നില മെഡിക്കൽ കോളേജിലാണ്. ഒരു പഞ്ചായത്തിൽ 2 വന്യജീവി ആക്രമണമാണ്. ഈ രീതിയിൽ എങ്ങനെ എത്ര നാൾ ആളുകൾ മുന്നോട്ട് പോകും? ഞങ്ങൾക്ക് യാതൊരു സാധനവും കൃഷി ചെയ്യാനായിട്ട് സാധിക്കില്ല. കുരങ്ങ്, പന്നി, അതുപോലെ തന്നെ കരടി, ഒരുപാട് വന്യമൃഗങ്ങൾ ഇന്ന് നാട്ടിലാണ് അവർ കൂടുതലായിട്ട് നിൽക്കുന്നത്. ആളുകൾക്ക് എന്താണ് ഇവിടെ വന്ന് തീരുമാനം പ്രഖ്യാപിക്കണം? തീർച്ചയായിട്ടും അവർ വരണമല്ലോ. കാരണം അവരുടെ വീട്ടിൽ ഒരാൾ മരിച്ചെങ്കിൽ ഇപ്പൊ അവരുടെ ആദ്യം എന്തായിരിക്കും? ഇത് ഞങ്ങൾ അന്യരായിട്ട് കാണുന്നതുകൊണ്ടാണല്ലോ ഇവർക്കൊന്നും ഒരു ഫീലിംഗ് ഇല്ലാത്തതും വയനാട്ടിൽ എന്തോ ഒരു സംഭവമാണ് കാണുന്നത്. ഈ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ മന്ത്രിമാരുടെ വീട്ടിൽ അവരുടെ മക്കൾക്കോ പേരക്കുട്ടികൾക്കോ എന്തെങ്കിലുമൊക്കെ ഒരു അപകടം വരട്ടെ, അന്ന് അവരുടെ ഫീലിംഗ് എന്തായിരിക്കും? അന്ന് എന്തുമാത്രം നിയമ നടപടികൾ ഉണ്ടാകും? ഇവരാരെങ്കിലും അവരുടെ മക്കൾക്ക് വന്യമൃഗങ്ങളുടെ അല്ലെങ്കിൽ ജീവൻ അപകടം വരുന്ന ഒരു അവസ്ഥ ഇവരാരെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? അത് ഫേസ് ചെയ്യുന്നവരെ മനസ്സിലാക്കാനായിട്ട് അവർ പഠിക്കണം. തീർച്ചയായും ഈ രോഷം തന്നെയാണ് ആളുകൾക്കുള്ളത്. ഇടവക അധികൃതരെല്ലാം ഇപ്പോൾ പ്രതിഷേധക്കാർക്കൊപ്പം എത്തിയിട്ടുണ്ട്. നാട്ടുകാരും സമാനമായ രീതിയിൽ സമാനമായ രോഷം പങ്കുവെക്കുന്നുണ്ട്. എങ്ങനെ പിരിഞ്ഞു പോകാൻ തയ്യാറില്ല തന്നെയാണ്? ഇല്ല, പിരിഞ്ഞു പോകാൻ തയ്യാറില്ല. എന്തിനാ പിരിഞ്ഞു പോകുന്നത്? ഒരു വീടിന്റെ ഒരു കാട്ടിൽ പോയ ഒരാളെയല്ല ആന ചവിട്ടി കൊന്നേക്കുന്നത്. ഈ നാട്ടിൽ അവരുടെ വീടിന് മുമ്പിൽ നിൽക്കുന്ന ഒരാളെയാണ് ആന ചവിട്ടി കൊന്നേക്കുന്നത്. മതിലും ചവിട്ടി കിടത്തിയിട്ടാണ്. പിന്നെ ആളുകൾ എവിടെ പോയിട്ട് അഭയം സ്ഥാപിക്കുന്നത്? അല്ലെ പിന്നെ പോർച്ച് ബംഗ്ലാവിൽ പോയിട്ട് ആളുകൾ കുടുംബത്തോട് ജീവിക്കാൻ പറ്റുമോ? സർക്കാർ തലത്തിൽ ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൽ ചില തീരുമാനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് നിങ്ങൾ? അല്ല, സർക്കാർ തലത്തിൽ എന്ത് ചർച്ച? എത്ര ആളുകൾ ഇവിടെ പുലി പിടിച്ചും കടുവ പിടിച്ചും എത്ര ആളുകൾ ഇവിടെ കൊന്നു ഓടിക്കിട്ടുണ്ട്. ഇവിടെ എന്ത് തീരുമാനം ഉണ്ടായിട്ടില്ല. ഈ നാട്ടില് ഒരു തീരുമാനവും ഇല്ല. ഇവരും എന്തെങ്കിലും ഒരു ഓഫർ ചെയ്യും, ആ ഓഫറോട് കൂടി കഴിയും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ആളുകൾ മരിച്ചു പോകുമ്പം അവരുടെ കുടുംബത്തിന് എത്താണെയാണ് ഇല്ലാണ്ടായി പോകുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാട് വേണം. ആ മനുഷ്യന് വിലയില്ലെങ്കിൽ പിന്നെ എന്താ? പിന്നെ മന്ത്രി വന്നിട്ട് വാസം പറഞ്ഞ മന്ത്രി തകർത്ത് കളഞ്ഞ അവരെ അടിച്ചു പൊളിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഒരു ആന ഇറങ്ങിയിട്ടുണ്ട്. കൊന്ന ജനത്തിന് വേണ്ടി വലിക്കണ്ടേ? ജനത്തിന് വേണ്ടി എന്താ ചെയ്യുന്ന ഇവര്? ഫോറസ്റ്റുകാർ വരെ ഉണ്ടോ നോക്ക്. ഇപ്പോഴും അവിടെ ആന ഇപ്പോഴും അവിടെ ഉണ്ട്. എത്ര ഫോറസ്റ്റുകാർ അവിടെ ഉണ്ട്? അതെന്താണ് പഠിക്കാത്ത? ഇവിടെ ഒരു CCF ഉണ്ടോ, DFO ഉണ്ടോ? പറയുന്നത് ഈ കർണാടകയിൽ നിന്ന് വന്നിരിക്കുന്ന ആനയുടെ സിഗ്നൽ സംവിധാനം കിട്ടിയില്ല എന്നുള്ള പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇവിടെയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പിന്നെ എന്തിനിരിക്കുന്നു? DFO ഇല്ലേ? ഇവരുടെ കമ്മ്യൂണിക്കേഷൻ എന്തുകൊണ്ട് നടക്കുന്നില്ല? ഈ ഉദ്യോഗസ്ഥന്മാർ പിന്നെ എന്തിനായിരിക്കുന്നു അതിന്റെ അകത്ത്? അവര് വ്യക്തമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് ഇറക്കി ചെയ്യണ്ടേ? ഈ സാധാരണക്കാരെ ജനങ്ങൾക്ക് സിഗ്നൽ മനസ്സിലാക്കാൻ പറ്റുമോ? അവനാണോ സിഗ്നൽ? അവന്റെ അടുത്താണോ സിഗ്നൽ ഇരിക്കുന്നത്? അവന്റെ അടുത്തല്ല സിഗ്നൽ ഇരിക്കുന്നത്. ഈ സാധാരണക്കാരെ ജനങ്ങൾക്ക് സിഗ്നൽ ഉണ്ടോ? ഏറ്റവും ഭീകരമായ ദൃശ്യം വീട്ടിനകത്തേക്ക് ആന കയറി വന്നിരിക്കുകയാണ്. ഇങ്ങനെ അനുഭവം മുമ്പുണ്ടായി. അവർക്ക് സുരക്ഷയില്ലെങ്കിൽ
അവർ അഭയം തേടുന്ന ഒരു സ്ഥലം പറഞ്ഞുകൊണ്ടാ ഞങ്ങള് ഈ സിഗ്നൽ എന്ന് പറയുന്ന സാധനം ഇത് സാധാരണക്കാരായ മനുഷ്യർക്ക് ഐഡിയ കോളറിന്റെ സംവിധാനങ്ങൾ മനസ്സിലാവുമോ? അവൻ രാവിലെ അവന്റെ ജീവിതത്തിൽ നോക്കാൻ വേണ്ടി അരി മേടിക്കാൻ വേണ്ടി പാടുപെടുന്ന ആളുകളാ. ഈ ആളുകൾക്ക് സിഗ്നലിനെ കുറിച്ച് എന്താ അറിയുന്നത്? അപ്പോൾ ഈ സിഗ്നലുകളെ അന്വേഷിക്കേണ്ട ഉദ്യോഗസ്ഥന്മാരല്ലേ? ഈ ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ ഇതൊന്നും അറിയുന്നില്ലെങ്കിൽ ജനങ്ങൾക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയില്ല, ജനങ്ങൾക്ക് അറിയോ ഈ സാധനം? അപ്പൊ പിന്നെ ജനങ്ങൾ എവിടെ പോയിട്ട് സംഭവം ചെയ്യും? അത് നിങ്ങൾ ആളുകൾ ആളുകൾക്ക് വിലയില്ല, ചത്തുപോവുക. അവരുടെ വീട്ടിൽ പോലും അഭയമില്ലാത്തൊരു സാധനമായി. പിന്നെ ആളുകൾ എവിടെ അഭയം തേടും? ആളുകൾ ഫോറസ്റ്റ് ബംഗ്ലാവിൽ അഭയം തേടാൻ പറ്റുമോ? ഇതിന് വ്യക്തമായ തീരുമാനമില്ലാതെ ഫോറസ്റ്റുകാർക്ക് ഈ കേരളത്തിൽ എന്ത് പണിയുള്ളത്? എന്ത് പണിയുള്ളത്? എന്താ പണി? ഏതോ ഈ രീതിയിൽ രോഷം പൊട്ടിയൊഴുകുന്ന സാഹചര്യം, ഇവർ പറയുന്ന നിരവധിയായ പ്രശ്നങ്ങൾ, അവരുടെ പരാതികൾ, വർഷങ്ങളെ ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധികൾ അതവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പലപ്പോഴും അധികാരികൾക്ക് കണ്ണടയ്ക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആവശ്യങ്ങളാണ്. ഇവിടെ രാഷ്ട്രീയ ഭേദം എന്തിയെ? ഇവിടെ ഒരു പെൻസിലിംഗ് ഇടാനോ അല്ലെ ഈ നാടിന്റെ സംവിധാനങ്ങൾ ചെയ്യാനോ ഇവിടെ ഭരിക്കുന്ന ആളുകളോ അല്ലെ പ്രതിപക്ഷമോ അല്ലെ ഒരാളുകൾക്കും കഴിയുന്നില്ല. കാരണം എന്താണെന്നറിയോ? ഈ ഒരു പെൻസിലിംഗ് ഇടാൻ ഇതിന് മാത്രം കോടാനകോടി ജനങ്ങൾക്ക് വേണ്ടി, കൃഷിക്ക് വേണ്ടി ചെലവഴിച്ചു എന്ന് പറഞ്ഞു. ആർക്കും എത്തിപ്പെടുന്നത്? ഒരാളുകൾക്ക് എത്തിപ്പെടുന്നില്ല. അപ്പം ഒരു പെൻസിലിങ്ങിന്റെ സംവിധാനം ചെയ്യാൻ ഇതിന് മാത്രം വലിയ കോടികളുടെ ആവശ്യമൊന്നുമില്ല. ഈ സാധനം നാടുകളെ അല്ലെ പഞ്ചായത്തുകളെ വിഭജിച്ചുകൊണ്ട് ചെയ്താൽ ഈ നാട്ടിലെ പ്രശ്നങ്ങളെല്ലാം തീരും. പക്ഷെ അതിനും ഇവിടെ ആരുമില്ല. ഇവിടെ മരിച്ചു പോകുന്നു. അവൻ എന്തെങ്കിലും വഴിയിൽ വെച്ച് വില പേശുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം നടത്തുന്നു. അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അവൻ്റെ കുടുംബത്തെ പോറ്റും, അവൻ്റെ മക്കളുണ്ട്, ഭാര്യയുണ്ട്, അമ്മയുണ്ട്, അപ്പനുണ്ട്. ഇതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ലല്ലോ, ഒരാളും ചിന്തിക്കുന്നില്ല. ഇവർക്കൊക്കെ എന്നാണെന്നറിയോ? എന്തെങ്കിലും ഒരു കാലഘട്ടത്തിൽ അതൊക്കെ കഴിഞ്ഞു പോകും. ചത്തുപോകുന്നു. പട്ടിക്ക് വില പോലും ഇല്ലാതെ അവരെ മനുഷ്യനിവിടെ മരിച്ചു പോകുന്നത്. എത്ര ആളുകൾ വയനാട്ടിൽ ഈ മരിച്ച അജിയുടെ അമ്മ 4 വർഷമായി തളർന്നു കിടക്കുന്നു. അവൻ്റെ ചാച്ചൻ അറ്റാക്കായിട്ട് ചികിത്സയിലാണ്. 2 കുഞ്ഞു പിള്ളേരും ഉള്ളതാണ്. ഇനി ഈ മന്ത്രിയില്ലേ വന്ന് ഞങ്ങൾ റോഡ് തടയും. മന്ത്രി വയനാട്ടിൽ കയറണ്ട, ഇതിനൊരു പരിഹാരം ഇല്ലാണ്ട് മന്ത്രി വയനാട്ടിൽ കയറണ്ട. കയറിക്കാൻ ഞങ്ങൾ വഴി തടയും. ജനങ്ങള് രാഷ്ട്രീയമല്ല ഞങ്ങൾ തടയും. ഇവിടെ അയാളെ തടയും. എന്താ സംഭവം? അല്ല, അങ്ങനെ ഒരു സംഭവം ഞങ്ങൾ അയാളെ തീർച്ചയായും നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പലപ്പോഴും നമുക്ക് ഉത്തരമില്ല എന്നുള്ളത് തന്നെയാണ്. അധികാരികളാണ് ഉത്തരം നൽകേണ്ടത്. ഉത്തരമില്ലാത്ത ചോദ്യം അത് റോട്ടിൽ വലിയ പ്രതിഷേധമായി ഒഴുകുകയാണ്. മാനന്തവാടി നഗരം അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ സ്തംഭിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ വിഷയത്തിൽ അടിയന്തരമായി നടപടി, അതായത് ഈ മൃതദേഹം ഇപ്പോഴും റോഡിൽ നിൽക്കുകയാണ്, പൊരിവെയിലത്ത് നിൽക്കുകയാണ്. ഈ വിഷയത്തിലാണ് അടിയന്തരമായി നടപടി ഇപ്പോൾ ആവശ്യമായുള്ളത്. ഇപ്പോൾ ചർച്ച നടക്കുന്നു. പക്ഷേ ആ ചർച്ച മുറിയിലിരുന്ന് തീരുമാനിച്ചതുകൊണ്ട് കാര്യമായില്ല. ജനങ്ങൾക്കിടയിൽ വന്നത് പ്രഖ്യാപിക്കണം. ഇക്കാര്യത്തിൽ അടിയന്തര ആവശ്യങ്ങളിൽ കൃത്യമായ പരിഹാരമുണ്ടാകണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. വലിയ രോഷമുണ്ട്. ഈ രോഷത്തെ ഏത് രീതിയിൽ സർക്കാർ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ശരി ഷഹീദ, എന്താണെങ്കിലും അണ്ണ പൊട്ടിയ പ്രതിഷേധ മൃതദേഹവുമായി ഉപരോധം ഇപ്പോഴും തുടരുന്നു. അധികാരികൾ നേരിട്ടെത്തി ഉറപ്പുകൾ പാലിക്കണം എന്നതാണ് ഇവരുടെ ആവശ്യം. ഈ ആവശ്യത്തിൽ എത്രയും വേഗം ഒരു ഉത്തരവുണ്ടാകും, ഇവരുടെ ആവശ്യത്തിന് ഒരു പരിഹാരമുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യാം.